ഒളിമ്പിക്സ് മെഡൽ നേട്ടത്തിന് ശേഷം ഹോക്കി താരം PR ശ്രീജേഷ് കൊച്ചിയിലെത്തി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ശ്രീജേഷിന് ഊഷ്മള വരവേൽപ്പ് നൽകി. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ശ്രീജേഷിനെ സ്വീകരിച്ചു. ഹോക്കി താരങ്ങളെ വാർത്തെടുക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഉണ്ടാകും എന്ന് PR ശ്രീജേഷ് പറഞ്ഞു. അപ്പം അതാണ് എല്ലാവരും സ്വപ്നം കാണുന്നത്. ഒളിമ്പിക്സിന് പോകണം, ഒളിമ്പിക്സിൽ ജയിക്കണം, ഏഷ്യൻ ഗെയിംസിന് പോകണം, ഏഷ്യൻ ഗെയിംസിന് മെഡൽ വാങ്ങണം. ആ സ്വപ്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനോഹരത കൂടുന്നത് ഇതുപോലുള്ള സ്വീകരണം കിട്ടുമ്പോഴാണ്, അല്ലേ? കാരണം വെച്ചാൽ നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നു, അവിടെ പോയി മെഡൽ ജയിക്കുന്നു. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, ഈ നാടിന് വേണ്ടിയിട്ടാണ്, ഈ നാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പം ആ ഒരു സന്തോഷത്തിൽ അവരോട് ചേരുമ്പോൾ, അവരെല്ലാവരോട് ചേർന്ന് ഇതുപോലുള്ളൊരു സ്വീകരണം ഒരുക്കുമ്പോൾ ഉറപ്പായിട്ടും ഒരു കേക്കിന് മേളിലൊരു എന്താ പറയുന്നത്, ചെറിയ കേക്ക് എന്ന് പറയത്തില്ലേ, അതുപോലെയാണ്. ഇതിന് മധുരം ഇരട്ടിയാണ്. ശ്രീകാന്ത്, അശ്വിൻ പാലാഴി, വിഷ്ണു സുരേഷ് എന്നിവർ ചേരുന്നുണ്ട്. നെടുമ്പാശ്ശേരിയിൽ തൽക്കാലം മൂവ് ചെയ്യുന്നുണ്ട് PR ശ്രീജേഷ്. അശ്വിൻ പാലാഴി ചേരുന്നു. അശ്വിൻ, ഡൽഹിയിൽ നിന്ന് വീരോചിത വരവേൽപ്പൊക്കെ ഏറ്റുവാങ്ങി ശ്രീജേഷ് 16 എന്ന എന്താണ് അദ്ദേഹത്തിൻ്റെ ജേഴ്സി ഒക്കെ അണിഞ്ഞ സഹതാരങ്ങൾ ഹോക്കി ഇന്ത്യയൊക്കെ വലിയ യാത്രയപ്പ് നൽകി വിട്ടതാണ്. നമ്മുടെ നാടും വീരോചിതമായി സ്വീകരിക്കേണ്ടുന്ന വണ്ണം സ്വീകരിക്കുകയല്ലേ ഇപ്പോൾ? തീർച്ചയായും ഹാഷ്മി, 18 വർഷക്കാലം 16-ാം നമ്പർ ജേഴ്സി ഇട്ട് ഇന്ത്യൻ ഗോൾവല കാത്ത ശ്രീജേഷ് നാട്ടിലെത്തിയപ്പോൾ അതിഗംഭീര സ്വീകരണമാണ് എയർപോർട്ടിൽ ഉൾപ്പെടെ നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയം മുമ്പാണ് എയർപോർട്ടിലെ വലിയ സ്വീകരണം ഏറ്റുവാങ്ങി അദ്ദേഹം ഈ കാണുന്ന എയർപോർട്ട് റോഡ് വഴി അത്താണി ജംഗ്ഷനിലേക്ക് പോയത്. 8 ഇടങ്ങളിലാണ് ഇന്ന് പ്രധാനമായും സ്വീകരണ പരിപാടികൾ ഒരുക്കിയിരിക്കുന്നത്. 8 പോയിന്റുകളിൽ സ്വീകരണമുണ്ട്. അതിനൊപ്പം തന്നെ അതിൽ 2 വലിയ പൊതുയോഗങ്ങളായാണ് സ്വീകരണമുള്ളത്. അത്താണി ജംഗ്ഷനിൽ നിന്നും ദേശത്തേക്കാണ് ഈ റോഡ് ഷോ പോവുക. തുറന്ന വാഹനത്തിലാണ് സഞ്ചാരം എന്നുള്ളതാണ്. അതായത് നാട്ടുകാരെ പൂർണ്ണമായും കണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ടാണ്, ഈ മെഡൽ ഉയർത്തിക്കാണിച്ച് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ശ്രീജേഷ് ഈ വഴിയിലൂടെ നീങ്ങുന്നത്. എന്തായാലും അത്താണിയിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. എയർപോർട്ടിൽ നിന്ന് അത്താണിയിൽ സ്വീകരണ പരിപാടിയുണ്ട്. 2 പഞ്ചായത്തുകളാണ് അത്താണിയിൽ സ്വീകരണം ഒരുക്കുന്നത്. അതിനുശേഷം ദേശത്തേക്ക് പോകും. പറവൂർ കവലയിൽ സ്വീകരണമുണ്ട്. അവിടെ നിന്ന് നേരെ പോവുക ആലുവ UC കോളേജിലേക്കാണ്. അവിടെ പൗര സ്വീകരണമാണ്, വലിയ സ്വീകരണ പരിപാടിയാണ്. MLA മാരും മന്ത്രിമാരും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്വന്തം പൂക്കാട്ടുപടിയിലെ ജന്മനാട്ടിൽ വലിയ സ്വീകരണമാണ് ജന്മനാട് ഒരുക്കുന്നത്. വീട്ടുകാരും കുടുംബക്കാരും നാട്ടുകാരും ഒപ്പം അവിടെയുമുണ്ട് മന്ത്രിമാരും MLA മാരും ഒക്കെ. അത് വലിയൊരു സ്വീകരണ പരിപാടിയാണ് നാട്ടിലൊരുക്കുന്നത്. അതിനും ശേഷമായിരിക്കും ശ്രീജേഷ് സ്വന്തം വീട്ടിലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് രാത്രിയോടടുക്കും. ഇത്രയും നാളും കാത്തിരുന്ന വീട്ടുകാർക്കരികിലേക്ക് ശ്രീജേഷ് എത്താൻ രാത്രിയോടടുക്കും. എന്തായാലും പോകുന്ന വഴിയെല്ലാം വലിയ സ്വീകരണമാണ് ഒരുക്കുന്നത്. അടുത്ത സ്വീകരണ കേന്ദ്രങ്ങളിൽ നമ്മുടെ വിഷ്ണു സുരേഷും ശ്രീകാന്തും ഒക്കെ ഒപ്പം ചേരുന്നുമുണ്ട്. ഹാഷ്മി, ആധുനിക ഇന്ത്യൻ ഹോക്കിയുടെ ദൈവം എന്നായിരുന്നു ഹോക്കിൻ്റെ ആ 36-കാരനെ വിശേഷിപ്പിക്കുന്നത്. വലിയ സ്വീകരണം, അത് ഉറപ്പായും ആ വിശേഷം അർഹിക്കുന്ന ആളാണ്. നീണ്ട 18-19 വർഷക്കാലങ്ങൾ ഇന്ത്യൻ ഗോൾവലയ്ക്ക് മുന്നിൽ വിസ്മയങ്ങൾ തീർത്ത ആളാണ് PR ശ്രീജേഷ് അവിടെ നിന്ന് യാത്രയാവുകയാണ്. നേരത്തെ ഈ വിരമിക്കൽ തീരുമാനിച്ചിരുന്നതാണോ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിക്കുന്നുണ്ടായിരുന്നു PR ശ്രീജേഷിനോട്. അതിനുശേഷം നാട്ടിലേക്ക് എത്തും. തുടർച്ചയായ 2ാം ഒളിമ്പിക്സിലും വെങ്കല മെഡൽ നേട്ടത്തിലേക്ക് എന്നുള്ള വലിയ ജൈത്രയാത്ര പൂർത്തിയാക്കിയാണ് ശ്രീജേഷ് ആ വെങ്കല മെഡലൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് റോഡിലൂടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മുന്നോട്ടേക്ക് പോകുന്നത്. ശ്രീകാന്ത് ചേർന്നു. ശ്രീകാന്ത്, മുന്നോട്ടുള്ള വഴിയിൽ ശ്രീജേഷിനുള്ള സ്വീകരണ പരിപാടികൾ എങ്ങനെയാണ്? നിലവിലിപ്പോൾ വിമാനത്താവളത്തിന് സമീപം അത്താണി ജംഗ്ഷനിൽ PR ശ്രീജേഷിന് സ്വീകരണം നൽകുകയാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം തുറന്ന വാഹനത്തിലാണ് അദ്ദേഹം എത്തിയത്. ഇവിടെ അദ്ദേഹത്തെ കാണാൻ കാത്തുനിന്ന ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. വിവിധ ഭാഗങ്ങളിലായി, വിവിധ കേന്ദ്രങ്ങളിലായി PR ശ്രീജേഷിന് സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. അത് ആദ്യത്തെ സ്വീകരണ ചടങ്ങാണ് ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇപ്പോൾ കഴിഞ്ഞത്. ഇനി ഇവിടെ നിന്നും ഈ അത്താണി ജംഗ്ഷനിൽ അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് പോകുന്നത് UC കോളേജിലേക്കാണ്. ഹാഷ്മി, UC കോളേജിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്വീകരണ ചടങ്ങ് നടക്കാൻ പോകുന്നത്. അവിടെ ഒരു പൊതു യോഗം നിശ്ചയിച്ചിട്ടുണ്ട്. അതിനു മുമ്പായി 2 സ്ഥലങ്ങളിൽ കൂടി ഈ സ്വീകരണ ചടങ്ങ് നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് ദേശത്ത് ഒരു സ്വീകരണം നടത്തുന്നുണ്ട്. അത് എല്ലാ ജംഗ്ഷനുകളും കേന്ദ്രീകരിച്ച് സ്വീകരണം ഇതിനോടകം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം UC കോളേജിലേക്ക് പോകും. അതിനു മുമ്പ് പറവൂർ കവലയിലും ഒരു സ്വീകരണം ഉണ്ടായിരിക്കും. UC കോളേജിൽ പൊതുയോഗമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അവിടുത്തെ പൗരപ്രമുഖരും വിദ്യാർത്ഥികളും എല്ലാവരും ചേർന്ന് അദ്ദേഹത്തിന് സ്വീകരണം നൽകും. ശേഷം ചൂണ്ടിയിലേക്ക് പോകും. അവിടെയും സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൂക്കാട്ടുപടിയിലാണ് വലിയ സ്വീകരണം നൽകുന്നത്. അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലേക്ക് കടക്കുകയാണ് ആ സമയത്ത്. അവിടെയാണ് വലിയ സ്വീകരണം PR ശ്രീജേഷിന് ഒരുക്കിയിട്ടുള്ളത്. അത്
അദ്ദേഹത്തിന്റെ അത് പൂക്കാട്ടുപടിയിലാണ്. ശേഷം കിഴക്കമ്പലം കലാ ഓഡിറ്റോറിയത്തിൽ പൊതുയോഗം നിശ്ചയിച്ചിട്ടുണ്ട്. അതും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. ശ്രീജേഷിന്റെ വീട്ടിൽ ഏറ്റവും ഒടുവിൽ ഇത് സമാപിക്കും. ഇപ്പോഴത്തെ രീതി വെച്ച് ഈ സ്വീകരണത്തിന് തടിച്ചുകൂടുന്ന ആളുകളുടെയും അതോടൊപ്പം തന്നെ ഈ സ്വീകരണ സ്ഥലത്ത് എത്തുന്ന ആളുകളുടെയും ഒക്കെ ഈ തിരക്ക് കണക്കിലെടുക്കുമ്പോൾ ഈ സ്വീകരണം നീണ്ടുപോകാനുള്ള സാധ്യത തന്നെയാണ് ഹാഷ്മി കാണുന്നത്. വലിയ ആരവത്തോടെയാണ് ആളുകൾ ശ്രീജേഷിനെ സ്വീകരിക്കുന്നത്. ഒരു നോക്ക് കാണുന്നതിന്, കൈ കൊടുക്കുന്നതിന്, തങ്ങളുടെ സന്തോഷം പങ്കുവെക്കുന്നതിന് നൂറുകണക്കിന് ആളുകൾ ഈ വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ അദ്ദേഹത്തെ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ തിക്കിലും തിരക്കിലും അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പോലും സാധിക്കാത്ത സാഹചര്യമുണ്ട്. ഇപ്പോൾ വീണ്ടും ഈ അത്താണിയിലെ സ്വീകരണം കഴിഞ്ഞ് സ്വീകരണം പൂർത്തിയാക്കി അദ്ദേഹം അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അതാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുന്നു. അദ്ദേഹത്തിന്റെ സന്തോഷം